വിശുദ്ധ ലൂക്കാസ് സുവിശേഷം അധ്യായം 11. അക്കാലത്ത് ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ യേശു പറഞ്ഞു തുടങ്ങി, ഈ തലമുറ ദുഷിച്ച തലമുറയാണ്. ഇത് അടയാളങ്ങൾ അന്വേഷിക്കുന്നു. എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും നൽകപ്പെടുകയില്ല. യോന നിനിവേക്കാർക്ക് അടയാളമായിരുന്നതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്ക് അടയാളമായിരിക്കും. ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിനത്തിൽ ഈ തലമുറയുടെ ജനങ്ങളോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. എന്തെന്നാൽ സോളമൻ്റെ വിജ്ഞാനം ശ്രവിക്കുവാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നു. എന്നാൽ ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. നിനിവെ നിവാസികൾ വിധി ദിനത്തിൽ ഈ തലമുറയുടെ കൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചു. എന്നാൽ ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ അടയാളങ്ങളുടെ പിന്നിലെ ആത്മീയത ധ്യാനിക്കാം. യോന നിനിവെ നിവാസികൾക്ക് ഒരടയാളമായിരുന്നു. ഓരോ അത്ഭുതവും അടയാളവും യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കരുണയുടെ പ്രവൃത്തിയുടെ അടയാളമാണ്. ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതി ഈ ഭൂമിയിൽ പൂർത്തീകരിക്കുവാൻ വേണ്ടി ദൈവം ചില അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ നമ്മെ നയിച്ചേക്കാം. എന്നാൽ മനുഷ്യൻ്റെ എല്ലാ വീണ്ടെടുപ്പും രക്ഷയും അടയാളങ്ങളിലൂടെ അല്ല എന്ന് തിരിച്ചറിയണം. അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വേണ്ടി മാത്രം നാം നിലകൊള്ളുകയും എല്ലാ കാര്യത്തിനും അടയാളങ്ങൾ അന്വേഷിക്കുകയും ചെയ്താൽ നാം വിശ്വാസരാഹിത്യമുള്ള തലമുറയായി എണ്ണപ്പെടുമെന്ന് ഇന്നത്തെ സുവിശേഷം ഓർമ്മപ്പെടുത്തുകയാണ്. യേശു പറയുന്നു, ഈ ജനത്തിന് ഇനി മറ്റൊരു അടയാളം നൽകപ്പെടുകയില്ല, യോനായുടെ അടയാളമല്ലാതെ. നിനിവെ നിവാസികളോട് വചനം പ്രഘോഷിക്കുവാൻ ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകൻ്റെ പേരാണ് യോന. എന്നാൽ അവൻ പൂർണ്ണ മനസ്സോടെ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് മറ്റൊരു വഴിയെ മാറിപ്പോയി. അവൻ താർസൂസിലേക്കുള്ള കപ്പൽ കയറി. ആ യാത്ര ദുരിതപൂരിതമായി. എല്ലാവരെയും പ്രതിസന്ധിയിലാക്കിയിട്ട് സമാധാനത്തോടുകൂടി കപ്പലിൻ്റെ അടിത്തട്ടിൽ ഉറങ്ങിയവൻ്റെ പേരാണ് യോന. ഓർക്കുക, അവൻ ദൈവത്തിൻ്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് മാറി നടന്നപ്പോൾ ആ യാത്ര ദുരിതപൂർണമായി. ഒപ്പം അവനോടൊപ്പം യാത്ര ചെയ്തവരും. നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണിത്. ഈ പുണ്യഭൂമിയിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപയുടെ വഴിയെ നാം യാത്ര ചെയ്യുമ്പോൾ വഴിതെറ്റി യാത്ര ചെയ്താൽ നാം മാത്രമല്ല അന്ധകാരത്തിൽ പെട്ടുപോവുക, മറിച്ച് നമ്മെ അനുധാവനം ചെയ്യുന്ന ഒരുപിടി മനുഷ്യർ തിന്മയിൽ അകപ്പെട്ടു പോകും. നാം അപരന് ദുരിതപൂർണമാകരുത് എങ്കിൽ സത്യത്തിൽ നാം ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ മനസ്സിനൊത്ത് ജീവിക്കുക, അവൻ്റെ വിളിക്കൊത്ത് വ്യാപരിക്കുക എന്നതാണ്. യോന ദൈവത്തിൻ്റെ മനസ്സിൽ നിന്ന് വ്യതിചലിച്ചു. അവൻ താർസൂസിലേക്ക് കപ്പൽ കയറി. ഈ തപസ്സുകാലം നമ്മോട് ദൈവം ആവശ്യപ്പെടുന്നതും ഇതുതന്നെയാണ്. നീ എവിടേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിനിവയിലേക്കാണോ താർസൂസിലേക്കാണോ? പലപ്പോഴും ദൈവത്തിൻ്റെ കൃപയുടെ സ്വരം ശ്രവിക്കാതെ നാം അറിവോടുകൂടി തന്നെ താർസൂസിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. എന്നാൽ ഇന്നത്തെ സുവിശേഷം നമുക്ക് നേരെ നൽകുന്ന ഏറ്റവും മഹത്തായ സന്ദേശം നമ്മൾ ദൈവത്തിൻ്റെ സ്വരം അന്വേഷിക്കുകയും അവൻ്റെ ഇഷ്ടങ്ങൾക്ക് വിധേയരായി ജീവിക്കുകയും വേണം എന്നതാണ്. നമ്മുടെ ആഗ്രഹങ്ങൾക്ക്, താല്പര്യങ്ങൾക്കനുസരിച്ചല്ല നാം ഈ ജീവിതയാത്ര തുടരേണ്ടത്. മറിച്ച് നമ്മെ വിളിച്ച, വിശുദ്ധീകരിച്ച, അഭിഷേകം ചെയ്ത, നമ്മെ നയിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുസൃതമായി നമ്മൾ ജീവിക്കുകയും ജീവിതയാത്ര തുടരുകയും ചെയ്യണം. താർസൂസിലേക്ക് കപ്പൽ കയറിയ യോനായെ ദൈവം അത്ഭുതകരമായി നിനിവയിൽ എത്തിക്കുന്നുണ്ട്. എനിക്ക് നിന്നെ ആവശ്യമുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണത്. നീ വഴിതെറ്റി യാത്ര ചെയ്താലും അപ്പൻ്റെ സ്വരം ധിക്കരിച്ചാലും ഈ പിതാവ് നിന്നെ സ്നേഹിക്കുന്ന വത്സല പിതാവാകയാൽ നിന്നെ തിരികെ അവിടുന്ന് തന്നെ താർസൂസിൽ നിന്ന് നിനിവയിലെത്തിക്കും. കാരണം നിനിവെ നിവാസികൾക്ക് പശ്ചാത്താപത്തിൻ്റെയും അനുതാപത്തിൻ്റെയും സന്ദേശം നിന്നിലൂടെ കേൾക്കപ്പെടേണ്ടതുണ്ട്. നാം ഓരോരുത്തരും ദൗത്യവാഹകരാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ. നമ്മുടെ ദൗത്യം എന്തെന്നോ, ദൈവം ആവശ്യപ്പെടുന്ന ഇടത്ത്, ദൈവം ആവശ്യപ്പെടുന്ന രീതിയിൽ, ദൈവ മനസ്സിനൊത്ത് ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷം പങ്കുവയ്ക്കുവാൻ വിളിക്കപ്പെട്ടവർ. ആ ദൗത്യം നാം നിറവേറ്റാതെ വരുമ്പോൾ നാമും യോനായെപ്പോലെ താർസൂസിലേക്ക് എതിർദിശയിൽ യാത്ര ചെയ്യുന്നവരായിത്തീരും. നമുക്ക് നിറഞ്ഞ അനുതാപത്തോടെ തിരികെ വരാം. കർത്താവ് നിങ്ങളോട് കൂടെ.
സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.